ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി നല്ല വോളാറ്റിലായിരുന്നു. സിയിലേക്കും ബിയിലേക്കും അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ നിഫ്റ്റിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ടൈമിൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും മന്ത്ലി എക്സ്പയറി ആണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നിഫ്റ്റി സി സൈഡിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 0-0 2 ട്രേഡാണ് കിട്ടിയേക്കണത്. അതിലൊരു ട്രേഡ് ഇത്തിരി ക്യുക്കായിട്ട് വന്ന ട്രേഡാണ്, അപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അത് അടിപൊളി ട്രേഡായിരുന്നു. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മൾ ഫോറക്സിന് വേണ്ടിയിട്ടും ഇന്ത്യൻ കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ടും ഈ 2 സെക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മളോട് നോക്കുന്നത് ഫോറക്സ് ട്രേഡിങ്ങും ഇന്ത്യൻ MCX ട്രേഡിങ്ങും ആണ്. 2 സെക്ഷനും സെയിം ഗ്രൂപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന കാര്യം നമുക്ക് അറിയായിരിക്കും: ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്. ഫോറക്സിൽ വരുന്നുണ്ടാവുക ഗോൾഡ്, സിൽവർ, US ഓയിലാണ്. ഈ 3 സെഗ്മെൻറ്റേ ഉള്ളൂ ഫോറക്സിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ 4 സെഗ്മെൻ്റ് ഉണ്ട്, നാച്ചുറൽ ഗ്യാസും കൂടിയും വരും. അപ്പോൾ അത് നമ്മൾ ഫ്രീ ഗ്രൂപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പെട്ടെന്നുള്ള ട്രേഡുകൾ നമുക്ക് അവിടെ നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിലേ ഉണ്ട്, അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് വരുന്ന ഒരു ഡിലേയും കൂടി ഉണ്ട്. SL ഒക്കെ ഞാൻ കറക്റ്റായിട്ട് അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷൻസിന് വേണ്ടിയിട്ടാണ്. പിന്നുള്ളത് കമ്മോഡിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ഗ്രൂപ്പും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഗോൾഡിൻ്റെ ഒരു പുതിയൊരു എൻട്രിയാണ്. ഇതൊന്നും ആയിട്ടില്ല. അതാകുമ്പോൾ നമുക്ക് നോക്കാം. ഇന്നലെ 2 എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 അത്യാവശ്യം പ്രോഫിറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ ട്രേഡ് വന്നത്. 19 പോയിൻ്റ് അത് വന്നിട്ടുണ്ട് അടിയിലേക്ക്. അപ്പോൾ നമുക്ക് 0-0 കിട്ടിയ രണ്ടാമത്തെ എൻട്രിയാണത്. ഇന്ന് ആകെ 2 എൻട്രിയാണ് 0-0 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നിഫ്റ്റിയിലാണ് നോക്കിയത്, ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ടാമത്തെ എൻട്രിയാണത്. 12 രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. 12 രൂപയാണ് കറക്റ്റായിട്ടൊരു 51 രൂപ വരെ പോയിട്ടുണ്ട്. അതായത് 38 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട് ഇതിൽ. ഈ ഒരു ട്രേഡ് അവസാനിച്ചതോട് കൂടിയിട്ട് പിന്നെ നമ്മൾ നിർത്തി ഇന്നത്തെ ട്രേഡിങ്. ഇത് പിന്നെയും ഒരു റീ എൻട്രി ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അതൊന്നും പ്രശ്നമല്ല, നോക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പോൾ 25-150 സിയിൽ നമുക്കൊരു പൊസിഷൻ ട്രേഡും രാവിലെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇത് അഗ്രസീവ് എൻട്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവില്ല. സംഭവം ഒരു 10-40 പോയിൻ്റൊക്കെ പോയിട്ടുള്ള ട്രേഡാണ്. പക്ഷേ കുറച്ച് അഗ്രസീവാണ് കാര്യം. 70 നമ്മുടെ എൻട്രി പ്രൈസ് വരുന്നത്. പക്ഷേ 78 ട്രേഡ് ആക്ടിവേഷൻ ആയത്. അപ്പോൾ 8 പോയിൻ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ അഗ്രസീവ് എൻട്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും എടുത്തിട്ടുണ്ടാവില്ല. ജസ്റ്റ് പറഞ്ഞു പോകണമെന്ന് മാത്രം. ഇതാണ് നമ്മൾ 0-0 കിട്ടിയ ഫസ്റ്റത്തെ എൻട്രി. 25,000 പിയിലാണ് വന്നേണത്. ഇതൊരു 4 മിനിറ്റ് കൊണ്ട് തന്നെ 30 പോയിൻ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം കൺസോൾട്ടേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഇത് പിയിലേക്കാണ് ഫസ്റ്റ് നമുക്ക് എൻട്രി വന്നത്. 1.5-ക്കൊക്കെ കിട്ടിയ ട്രേഡാണ് കേട്ടോ. നമുക്ക് ഫസ്റ്റ് 0-0ക്ക് വേണ്ടി ഇരുന്നപ്പോൾ ഫസ്റ്റ് കിട്ടിയ എൻട്രി ഇതാണ്. പക്ഷേ ഇത് ക്വിക്കായിട്ടുള്ളൊരു എൻട്രിയാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ലൈവ് സെക്ഷനൊക്കെ ചെയ്യേണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ ലൈവ് സെക്ഷനിലും കൂടി കിട്ടിയിട്ടുള്ള ട്രേഡുകളാണ് നോക്കി. 25-100 സി ഇത് പൊസിഷൻ ട്രേഡാണ്. ഇത് പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിൽ അവസാനമായിട്ട് കൊടുത്ത ട്രേഡാണ്. മീൻസ് ഒരു 11:30-12 മണിയായപ്പോൾ കൊടുത്ത ട്രേഡാണത്. അത് ഫുൾ ടാർഗറ്റാണ് വന്നേണത് കേട്ടോ. 50 പോയിൻ്റാണ് നമുക്ക് ഫുൾ ടാർഗറ്റ് വരിക. 10 പോയിൻ്റാണ് SL വരിക. ആക്ച്വലി പറയാന്നുണ്ടെങ്കിൽ ആ ട്രേഡ് നമ്മുടെ ഇന്നത്തെ ഒരു പക്കാ ഒരു എൻട്രി ആയിരുന്നു. അഗ്രസീവ് അല്ലാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ, അത്രയും ലിമിറ്റിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആണത്. അപ്പോൾ അത് ഇന്നത്തെ ഒരു പക്ക എൻട്രിയാണ്. ബാക്കി എല്ലാ ട്രേഡുകളും അഗ്രസീവായിരുന്നു. ഈ പറഞ്ഞ രീതിക്ക് പ്രൈസ് ഭയങ്കര മുകളിലാണ് കിട്ടണത്. അപ്പോൾ എല്ലാവരും ഒരു അഗ്രസീവായിട്ടാണ് വന്നേക്കണത്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ട്രേഡ് നല്ല രീതിക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. പിന്നെ 0-0 പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. 250 പി ഇത് നമുക്ക് രാവിലെ തന്നെ വന്ന ട്രേഡാണ്. ഒരു 9:30 ആയപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ ട്രേഡ്. 3 മിനിറ്റ് കൊണ്ട് 50 പോയിൻ്റാണ്. ഇത് ചെറിയ ക്യാൻഡിൽസ് അല്ല, 50 പോയിൻ്റ് ഉണ്ട് ഈ ക്യാൻഡിൽസൊക്കെ. ഞാനത് ആക്ച്വലി നമുക്കത് കാണാൻ പറ്റിയ ലൈവ് സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലൊക്കെയും ആക്റ്റീവ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എടുക്കണ നേരത്തെ ചിലപ്പോൾ ഇത് കയറിപ്പോവും. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ ട്രേഡ് മിസ്സാവാം. പക്ഷെ ലൈവിലുള്ളവർക്ക് ഞാൻ ഓൾറെഡി ആക്റ്റീവാണ്, എടുത്തോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു അത്. എന്നാലും ചിലർക്ക് മിസ്സായിട്ടൊക്കെ ഉണ്ട്. കൺഫ്യൂഷൻസ് കാരണമാണ് മിസ്സാവുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. പിന്നെ ഈ ട്രേഡ് കണ്ടില്ലേ, 3 ക്യാൻഡിലുണ്ടൊക്കെ 50 പോയിൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും എടുത്ത് കഴിഞ്ഞ ഈസി ആയിട്ടുള്ള ടാർഗറ്റാണ്. എല്ലാവർക്കും എടുത്ത് പോകാൻ പറ്റില്ല, അത്രയുള്ള കാര്യം. പിന്നെ ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ലൈവ് സെക്ഷനിൽ മാത്രം കിട്ടിയ ട്രേഡാണ് കേട്ടോ അത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കിംഗ് നടന്ന് അടുത്ത ക്യാൻഡിൽ കയറുക എന്നുള്ള കൺസെപ്റ്റിലുള്ള ട്രേഡാണിത്. കറക്റ്റായിട്ട് ഈ ക്യാൻഡിൽ 10:40 ഈ ക്യാൻഡിലാണ് നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്കിംഗ് നടന്നത്. അവിടെ ചെറിയ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ടൈമിൽ എല്ലാവരും ഓക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ട്രേഡ് പ്രിഫർ ചെയ്തത്. അങ്ങനെ ഞാൻ ലൈവിൽ കൊടുത്തിട്ടുള്ള ട്രേഡാണിത്. ഇത് പക്ഷെ നമുക്ക് പൊസിഷനായിട്ട് എടുക്കാൻ പറ്റില്ല, ഗ്രൂപ്പിൽ കിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് വരുന്ന ട്രേഡുകളാണ് ചില സമയങ്ങളിൽ. അപ്പോൾ അത് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. അതിൽ 65 പോയിന്റ് വരെ പോയിട്ടുണ്ട്. 65 പോയിന്റ് വരെ കിട്ടിയെന്നല്ല പറയണം, ഒറ്റ ക്യാൻഡിൽ 20 പോയിന്റ് വന്നിട്ടുണ്ട്. അതെന്തായാലും എല്ലാവരും കിട്ടിയിട്ടുണ്ട്. പിന്നെ രാവിലെ ബാങ്ക് നിഫ്റ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ നിഫ്റ്റിയുടെ കഥ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത്തിരി അഗ്രസീവ് എൻട്രി ആണ്. കുറച്ച് ക്യാൻഡിലുകൊണ്ട് തന്നെ ഫുൾ ടാർഗറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കത് പറയണ്ട, ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാം. പിന്നെ പൊതുവേ ബാങ്ക് നിഫ്റ്റിക്ക് താല്പര്യം കുറവ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ വലിയ കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡുകളാണ് കിട്ടിയേക്കണത്. കുറച്ച് അഗ്രസീവായിട്ടുള്ള എൻട്രികളുണ്ട്. കറക്റ്റായിട്ട് പറയാന്നുണ്ടെങ്കിൽ 2-3 ട്രേഡാണ് ആക്ച്വലി നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ട്രേഡായിട്ട് വന്നേക്കണത്. ബാക്കിയൊക്കെയും കുറച്ച് പോയിന്റ്സ് വ്യത്യാസമുണ്ട്. ട്രേഡ് ഇല്ല എന്നുള്ള പ്രശ്നമല്ല, ട്രേഡ് ഉണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് പോയിന്റ്സ് കൂടുതലാണ് വന്നേക്കണത്. നമ്മുടെ ലിമിറ്റിലേക്ക് അധികം വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ 2 ട്രേഡ് 3 ട്രേഡാണ് നമുക്ക് എടുക്കാൻ പറ്റുക. അത് ലൈവിൽ ഇരിക്കണവർക്ക് ഇത്തിരി പോലും ഈസി ആയിട്ട് കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ ഇരിക്കണോണ്ട് ഞാൻ പറയും എന്തായാലും എടുക്കാൻ. അപ്പോൾ അങ്ങനെ എടുത്ത് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. അല്ലാത്തവർക്ക് ഇത്തിരി ടാസ്ക്കാണ്. അഗ്രസീവായിട്ട് എടുക്കും. ചിലപ്പോൾ ഈസി ആയിട്ട് വരാൻ നമ്മൾ എടുക്കില്ല. എല്ലാതും പാടെ നടക്കാം. ടോട്ടൽ മാർക്കറ്റ് ഒന്ന് ഭയങ്കര ഓളാട്ടിലായിരുന്നു. ഒരു 11:30 വരെയും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് കൺസോൾട്ടേഷൻ ആയിരുന്നു. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 1:30 നമ്മൾ 0 എടുത്തപ്പോൾ ഒരു ബ്രേക്ക് കിട്ടി. പക്ഷേ പിന്നെയും അത് കൺസോൾട്ടേഷൻ പോയി. 2:30 കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ട്രേഡ് 0 കിട്ടണത്. അപ്പോൾ അത്രയും പിന്നെയും 1 മണിക്കൂർ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഒന്ന് മൂവ് ആയിരിക്കണത് സൈഡിലേക്ക്. സൈഡ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബിലേക്ക് ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഫ്രീ ഗ്രൂപ്പ് കമ്മോഡിറ്റിക്കും ചെയ്യുന്നുണ്ട്, ഇൻഡെക്സ് ഓപ്ഷനും ചെയ്യുന്നുണ്ട്. 2 ഗ്രൂപ്പും ഫ്രീ ആണ്. നമുക്ക് അവിടെ തന്നെ ട്രേഡ്സ് എടുക്കാം. കമ്മോഡിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. കമ്മോഡിറ്റിക്ക് ഒരു മെത്തേഡാണ്, ഇൻഡെക്സിന് ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും സെയിം ആയിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ അതിന് ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് അതിൽ ജോയിൻ ചെയ്യുക. ഫോറക്സ് ചെയ്യുന്നവർക്കും ജോയിൻ ചെയ്യാം കേട്ടോ. നമുക്ക് ഗോൾഡ്, സിൽവർ, US ഓയിൽ ഇത്രയും കാണാൻ ഫോറക്സ് ചെയ്യുന്നത്. ക്രിപ്റ്റോ ചെയ്യണില്ല. ബിറ്റ് കോയിനിൽ ശരിയാവുന്നില്ല. ഈ പറഞ്ഞ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ബിറ്റ് കോയിൻ ശരിയാവണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിറ്റ് കോയിൻ വേണ്ടെന്ന് വെച്ചേക്കാണ്. ബാക്കിയുള്ള സെഗ്മെൻറ്റ് എന്തായാലും ഉണ്ട്. ഗോൾഡും സിൽവറും എന്തായാലും ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല. US ഓയിൽ ഉള്ളതുകൊണ്ട് ഫോറക്സ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വരും. പിന്നെ കറൻസീസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. കറൻസി ഞാൻ നോക്കിയിട്ടില്ല. തൽക്കാലം ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈവ് സെക്ഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈവിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് കണക്കാക്കുക. പ്രോഫിറ്റ് എടുക്കുന്നവർക്ക് എടുക്കാം. ഞാൻ കറക്റ്റായിട്ട് എല്ലാതും പറഞ്ഞു തരും. നിങ്ങൾക്ക് എങ്ങനെ എക്സിറ്റ് അടിക്കാം, എൻട്രി എടുക്കാം, എത്ര SL വയ്ക്കാം, SL എങ്ങനെ ട്രെയിൽ ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ അവിടെ വരും. ട്രേഡിങ് ചെയ്യാൻ പേടിയുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് SL വരുന്നുണ്ട്, പക്ഷെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റണില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്കും ജോയിൻ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SL വരില്ല എന്നല്ല, മാക്സിമം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഇത്തിരി കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെയും കാണാം.